ഏതൊരു സംരംഭകനും എപ്പോഴും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടത്. കാരണം പ്രിന്റിങ് പൗച്ചുകളായിട്ടും ലേബലായിട്ടും എപ്പോഴും ഏതൊരു സംരംഭകനും വളരെ അത്യാവശ്യമുള്ള ഒന്നാണത്. അപ്പോൾ പ്രിന്റിങ്ങിന് വളരെ അവ്യക്തതകളുണ്ട്. അതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരുന്നാൽ നമ്മൾ പോയി പെടുന്ന സപ്ലയർ അടുത്ത് നമുക്ക് അല്പമെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇന്ന് ഞങ്ങൾ പറയുന്നത് വ്യത്യസ്ത തരം പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ആദ്യം വരുന്നത്. സ്ക്രീൻ പ്രിന്റിന്റെ ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ അതൊരു സ്ക്രീനിലേക്ക് ഇങ്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ച് റബ്ബർ വെച്ച് വലിക്കുമ്പോൾ താഴെ അതിന്റെ പ്രിന്റ് വരുന്നതാണ് സ്ക്രീൻ പ്രിന്റിങ്. അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമുക്ക് വലിയ മൾട്ടി കളറോ ഇമേജുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ സിംഗിൾ കളറല്ല നമുക്ക് പൗച്ചുകളിലും പേപ്പറിലൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ് സ്ക്രീൻ പ്രിന്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റേത് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ്. സാധാരണ പ്രിന്റിംഗ് പ്രസ്സുകളിലാണ് ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്യുന്നത്. അത് പേപ്പറിലാണ് സാധാരണ ചെയ്യുന്നതെങ്കിലും ഇപ്പൊ പ്ലാസ്റ്റിക്കിലെല്ലാം ചെയ്ത് വരുന്നുണ്ട്. ഓഫ്സെറ്റ് പ്രിന്റിംഗിൽ ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് ഒരു ആർട്ട് വർക്കിൽ എത്ര കളറുണ്ടോ അതനുസരിച്ച് ബ്ലോക്ക് ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റിയും ചെയ്യേണ്ടി വരും. അത് പല കളറിലും പല ഡിസൈനിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല. ഇമേജുകളെല്ലാം കൊടുക്കാൻ പറ്റും. അടുത്തതാണ് ഫ്ലെക്സോഗ്രാഫി പ്രിന്റിംഗ്. ഫ്ലെക്സോഗ്രാഫി പ്രിന്റിംഗ് സാധാരണ ചെയ്യുന്നത് പ്ലാസ്റ്റിക് പൗച്ചുകളിലാണ്. അതിനൊരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ നമ്മൾ ഈ ഓരോ കളറിൽ എത്ര ഡിസൈൻ ഉണ്ടോ ആ ഡിസൈൻ അനുസരിച്ച് അതിന്റെ ബ്ലോക്ക് ഉണ്ടാക്കി അത് വെച്ച് പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്ത് പൗച്ചാക്കി എടുക്കുന്നതാണ്. ഈ തരത്തിലാണ് ഫ്ലെക്സോഗ്രാഫി പ്രിന്റിംഗ്. ഇതാണ് ഫ്ലെക്സോഗ്രാഫി പ്രിന്റിങ്ങിനും ഉള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇമേജുകൾ, വലിയ ക്ലാരിറ്റി ഉള്ള ഇമേജുകളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ടെക്നോളജി വളർന്നു വരികയുള്ളൂ. പിന്നെ അടുത്ത റേഞ്ചാണ് റോട്ടോഗ്രേവിയർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. റോട്ടോഗ്രേവിയർ പ്രിന്റിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ പൗച്ചുകൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള ഇമേജസുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ദോശ, അതുപോലെയുള്ള പുട്ടുപൊടി, ഇതെല്ലാം സാധാരണ ചെയ്യുന്നത് റോട്ടോഗ്രേവിയർ പ്രിന്റിംഗ്. അതിന് ഇലക്ട്രോണിക് സിലിണ്ടർ ഉപയോഗിച്ചാണ്. എത്ര ആർട്ട് വർക്കിൽ എത്ര കളറുണ്ടോ അതനുസരിച്ച് റോട്ടോഗ്രേവിയർ പ്രിന്റിംഗ് മെഷീൻ വലിയ വില കൂടിയ മെഷീനാണ്. അതിൽ ഓരോന്നിനും സിലിണ്ടർ ഉണ്ടാക്കി ആ സിലിണ്ടർ മെഷീനിൽ വെച്ചിട്ടാണ് റോട്ടോഗ്രേവിയർ പ്രിന്റിംഗ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇതെന്ന് പറയുന്നത്. മറ്റൊന്ന് പിന്നെ അതിന്റെ അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. ഡിജിറ്റൽ പ്രിന്റിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് അതിന് സിലിണ്ടേഴ്സോ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ അത് വലിയ വില കൂടിയ മെഷീനാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ അതിന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ക്വാണ്ടിറ്റി അല്ല, റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ കുറഞ്ഞ ക്വാണ്ടിറ്റി, അത്യാവശ്യം കുറഞ്ഞ ക്വാണ്ടിറ്റി. ഇപ്പോൾ റോട്ടോഗ്രേവിയറിൽ നമുക്ക് 50,000 പീസ് ചെയ്യേണ്ട കേസാകുമ്പോൾ നമുക്ക് ഡിജിറ്റലിൽ 10,000 പീസ് എല്ലാം ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. മറ്റൊരു ഓപ്ഷൻ ഡിജിറ്റൽ പ്രിന്റിങ്ങിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് ഡിഫറെന്റ് വേരിയൻസ് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് 10 ആർട്ട് വർക്ക് ഉണ്ട് നോക്കാം. 10 ആർട്ട് വർക്ക് ഉണ്ട്, ഒരേ ഡിസൈനാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഡിജിറ്റൽ പ്രിന്റ് ചെയ്യലാണ്. ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കത് 10 ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്രിന്റിങ്ങിന്റെ അത്യാവശ്യ കാര്യങ്ങൾ ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾ ഇതിലൂടെ പങ്കുവെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് കാണാം. നന്ദി, നമസ്കാരം.